അപ്പൊ എത്രയൊക്കെ തന്നെ നിങ്ങൾ പ്രൊജക്ട് ചെയ്താലും എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നർ റൂട്ട്സിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ എല്ലാം ഹാൻഡ്സ് ഓൺ ലേണിംഗ് എന്ന പാത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്ന സമയത്തും അതൊരു റിയൽ വേൾഡ് പ്രൊജക്റ്റിലൂടെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു ലേണിംഗ് മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ തിയറീസ് പഠിക്കുന്നതിലുപരി ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യാം. നിങ്ങൾക്ക് കരിയറിന് വേറൊരു ഓപ്ഷൻ പോലും ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഹായ്, എന്റെ പേര് മുഹമ്മദ് നിയാസ്. ഞാനിവിടെ ഇന്നർ റൂട്ട്സിൽ റോബോട്ടിക്സ് ഇൻസ്ട്രക്ടറാണ്. നമുക്ക് ഒത്തിരി പഠന രീതികളുണ്ടല്ലേ. സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് കേട്ടുകൊണ്ടുള്ള പഠന രീതിയായിരുന്നു. ചില സമയങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടുള്ള പഠന രീതി പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇനി മൂന്നാമതൊരു പഠന രീതിയുണ്ട്. അതെന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് ആണ്. കാര്യങ്ങൾ കണ്ടും ചെയ്തും പഠിക്കുക എന്നുള്ളതാണ് എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് എക്സ്പീരിയൻസ് ലേണിംഗിന്റെ പ്രത്യേകത? നിങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മറന്നു പോകും അല്ലെ. കണ്ട് പഠിച്ചു കഴിഞ്ഞാലും അത് കുറച്ചു കാലം കഴിഞ്ഞാൽ മറന്നു പോകും. പക്ഷെ കണ്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഒത്തിരി കാലം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുകയും അതിനെക്കുറിച്ചുള്ള ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവുകയും അതിന്റെ ഉപരിതലത്തിലേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കുന്നതായിരിക്കും.